വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 29-ാം സങ്കീർത്തനം 11-ാം തിരുവാക്യം. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. ദാവീദിന്റെ മനോഹരമായ പ്രാർത്ഥനയാണിത്. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യണമേ. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് മറ്റെന്തിനേക്കാളും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ലോകത്തിൽ ഒരുപാട് ശക്തികളുണ്ട്. എന്നാൽ എല്ലാ ശക്തികളെക്കാളും ഉയരത്തിലെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദര സഹോദരി, നിന്റെ ഭവനത്തിലേക്ക് യേശു വരുന്ന സമയമാണ്. ഇത് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. അനേകം ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേക തൈലത്താൽ നിറയ്ക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് കർത്താവ് നൽകുന്ന ശക്തിക്കായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, മഹത്വത്തോടെ വരണമേ, മഹത്വത്തോടെ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. രോഗികളെ സൗഖ്യമാക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. 10,000-ങ്ങളെ കർത്താവ് ഉണർത്തുന്ന സമയം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതകരമായ ദൈവശക്തി കടന്നു വരുവാൻ എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം നമ്മൾ മറ്റൊന്നും ചിന്തിക്കരുത്. കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഈ സ്തുതി ആരാധനയിൽ നീ ആനന്ദത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഘോഷം കൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. You worship Lord. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളായി. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. കരമുയർത്തി അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളായി. ഹല്ലേലൂയ. കർത്താവേ, കൃപകൾ വർഷിക്കണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. കർത്താവേ, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് അഭിഷേകം പകരണമേ.
ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ പാടി സ്തുതിക്കുന്നു. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുമ്പോൾ ആർപ്പോടെ കൊയ്തെടുക്കാം. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എങ്കിൽ ആത്മനിറവോടെ പാടി ആരാധിച്ച് കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുമ്പോൾ ആർപ്പോടെ കൊയ്തെടുക്കാം. അന്ത്യകാലത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ഒരുമിച്ച് പാടുമ്പോൾ ആത്മശക്തിയിൽ യുദ്ധം ചെയ്യുമ്പോൾ അവനായി നാം ജയമെടുക്കും. അഭിഷേകത്തോടെ ഏറ്റുപറഞ്ഞ് സകല ദുഃഖങ്ങളും ഒടിഞ്ഞു മാറട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളാ. കർത്താവേ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. അഭിഷേകത്തോടിടാം തന്റെ നാമമഹത്വത്തിനായി, തന്റെ നാമമഹത്വത്തിനായി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ കർത്താവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലെ തകർച്ചകളെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവത്തിന് നദിയായി, കൃപയുടെ നദിയായി പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ ദുഃഖത്തിന്റെ വേദനയുടെ സാഹചര്യങ്ങളെ കൃപയാക്കി മാറ്റണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്. മരുഭൂമിയിലും കർത്താവ് ഞങ്ങൾക്ക് നീരുറവകൾ തുറന്നു തരണമേ. കടുനീരിന്റെ താഴ്വരകളിലും അനുഗ്രഹത്തിന്റെ നദി ഞങ്ങൾക്കായി കർത്താവെ തുറക്കണമേ. Lord, release your power, your anointing. Glory, glory, glory. Hallelujah. കർത്താവേ, നിന്റെ അനുഗ്രഹിച്ചതിനായി, കരമുയർത്തിയവരെ സുഖപ്പെടുത്തിയതിനായി, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളേവരും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങളെ മാറ്റുന്നവരാകുക, സാഹചര്യങ്ങളെ മാറ്റുന്നവരാകുക. ഈ വചന സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. ഒരുപാട് ജീവിതങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദനയോടെ കഴിയുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ വിവിധങ്ങളായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങൾ, വിട്ടുമാറാത്ത രോഗദുരിതങ്ങളുടെ സാഹചര്യങ്ങൾ, നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ, കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സാഹചര്യങ്ങൾ എന്നു വേണ്ട ഒരുപാട് നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ആത്മാവ് കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ നേരിടുന്ന സാഹചര്യം എന്തുമാവട്ടെ, സാഹചര്യങ്ങളെ മാറ്റുന്നവരായി മാറുവാനുള്ള അഭിഷേകമാണ് ദൈവത്തിൻ്റെ അഭിഷേകം. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്.
ഒരു സാഹചര്യവും അവിടുത്തേക്ക് പ്രവർത്തിക്കുവാൻ തടസ്സമല്ല. 84-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? എന്നെ ഒരുപാട് സ്വാധീനിച്ച തിരുവാക്യമാണിത്. ബാക്ക താഴ്വരയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. എന്താണ് ഈ ബാക്ക താഴ്വരയുടെ പ്രത്യേകത? അത് കണ്ണുനീരിന്റെ താഴ്വരയാണ്, അത് വേദനയുടെ താഴ്വരയാണ്, അത് നൊമ്പരത്തിന്റെ താഴ്വരയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ഓരോരുത്തരും നേരിടുന്ന, കടന്നുപോകുന്ന താഴ്വരകളാണ് ഈ ബാക്ക താഴ്വര. എന്തുമാത്രം ജീവിതങ്ങളാണ് ഇന്ന് തകർന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് തളർത്തിക്കളയുന്ന നിരവധിയായ പ്രശ്നങ്ങൾ മൂലം നീറി കഴിയുന്ന ആയിരങ്ങള് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിനെ നീരുറവകളുടെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കുവാൻ, കൃപയുടെ അനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ അഭിഷേകം. അങ്ങനെ സാഹചര്യങ്ങളെ മാറ്റിയ അനേകരെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് 23-ാം സങ്കീർത്തനം നമുക്കൊക്കെ സുപരിചിതമായ സങ്കീർത്തന ഭാഗമാണ്. 4-ാം വചനത്തിൽ ദാവീദ് പറയാ, മരണത്തിൽ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ അസ്വസ്ഥനാവുകയില്ല. ദാവീദ് കൂരിരുൾ താഴ്വരയിലൂടെ, കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും താഴ്വരയിലൂടെ നടക്കുകയാണ്. തന്റെ ജീവിതം എല്ലാവിധത്തിലും തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ ബാക്ക താഴ്വരയെ ദാവീദ് കർത്താവിൽ ആശ്രയിച്ച് അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ ആത്മീയ കരുത്ത് പ്രാപിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തളർന്നിരിക്കേണ്ടവരല്ല, സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിരാശപ്പെടേണ്ടവരല്ല. ഏത് സാഹചര്യത്തെയും തന്നെ സ്നേഹിക്കുന്നവർക്കായി കൃപയാക്കി മാറ്റുവാൻ കർത്താവായ യേശുവിന് കഴിയും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം. നമ്മുടെ പരിശുദ്ധ അമ്മ മംഗളവാർത്ത കേട്ടപ്പോൾ പല സംശയങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായി. എന്നാൽ കർത്താവിന്റെ തിരുഹിതത്തിന് മുൻപിൽ തന്നെ പൂർണ്ണമായും മറിയം സമർപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയം പറഞ്ഞു, ഇതാ എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സംശയങ്ങളുടെ താഴ്വരയിലൂടെ പരിശുദ്ധമ്മ കടന്നുപോയപ്പോഴും ആത്മനിറവോടെ അമ്മ വിളിച്ചു പറഞ്ഞു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതെന്തൊരു വചനമാണിത്! നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും. പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ, തകർച്ചകളുടെ, വിട്ടുമാറാത്ത രോഗങ്ങളുടെ, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില ദുരിതങ്ങളുടെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ മധ്യേ കരുതലോടെ നമ്മെ കരം പിടിച്ച് നയിക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ ആത്മാവിൽ സ്നേഹത്തോടെ എന്റെ കുടുംബത്തോട് പറയട്ടെ, വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ യേശു. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, എന്റെ ജീവിതം എന്തുമാത്രം കണ്ണുനീരിന്റെയും വേദനയുടെ അനുഭവത്തിലാണെങ്കിലും എന്റെ മനസ്സ്, എന്റെ ഹൃദയം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലോട്ട് വരാം. താൻ റോമയിലെ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. പൗലോസിലേക്ക് മിക്ക ലേഖനങ്ങളും എഴുതിയത് കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ്. കാരാഗൃഹത്തിന്റെ ഏകാന്തതയിലും
താൻ തടവറയിൽ കിടക്കുമ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയുടെ നടുവിലും പൗലോസ്ലീഹ സഭയോട് വിളിച്ചു പറഞ്ഞു, റിജോയ്സ്, റിജോയ്സ്. മക്കളെ, നിങ്ങൾ ആനന്ദിക്കുവിൻ. നിങ്ങൾ എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവിൻ. നിങ്ങൾ എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവിൻ. പൗലോസ്ലീഹ പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്വത്തിലൂടെ തന്റെ മുൻപിലുള്ള സാഹചര്യത്തെ മാറ്റുകയാണ്. അതാണ് ദൈവത്തിന്റെ അഭിഷേകം. തനിക്ക് സന്തോഷിക്കാൻ യാതൊരു വകയുമില്ല. വകയില്ലാത്ത സമയത്തും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹ പറയാ, കുഞ്ഞുങ്ങളെ, റിജോയ്സ്, റിജോയ്സ്, ആനന്ദിക്കുക. ഈ കാലഘട്ടത്തിലും കർത്താവിന്റെ ജനം ഇപ്രകാരം സാഹചര്യങ്ങളെ മാറ്റുന്നവരായി മാറണം. വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടായി. ഇനി എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമോ? അതിനുള്ള ആരോഗ്യമുണ്ടോ? കാരണം പലപ്പോഴും ബൈബിൾ കൺവെൻഷനുകളിൽ കർത്താവിന്റെ വചനവുമായി നിന്ന് അവിടുത്തെ ദൂത് ജനത്തെ അറിയിക്കുമ്പോൾ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ശ്വാസം നിന്നു പോകുന്നൊരവസ്ഥ. എന്റെ ഹൃദയത്തിൽ ആരോ പറയാൻ തുടങ്ങി, നിനക്കെന്തോ മാരക രോഗമുണ്ട്, ഇനി നിനക്ക് അധികം നാള് ശുശ്രൂഷ ജീവിതമില്ല, നിന്റെ ജീവിതം തീർന്നു. പല പല സംശയങ്ങളും എന്റെ ഹൃദയത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഒരുപാട് കൊതിയാണ് നിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ. എന്റെ ശുശ്രൂഷ ജീവിതം അവസാനിച്ചു. ഇനി എനിക്ക് അങ്ങയുടെ വചനം പങ്കുവെക്കാൻ കഴിയത്തില്ലേ? പലപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്വാസം കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെടുന്നൊരു അനുഭവം. മാസങ്ങൾ കടന്നുപോയി. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു. ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തി, ഒരു മാരകരോഗവുമില്ല. ഇത് സാത്താന്റെ വഞ്ചനയാണ്. ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങളാണെന്ന് എന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തി. ആളുകൾ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവര് ഈ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ദൈവമേ, എനിക്ക് എന്ത് മാരക രോഗമാണ് പിടിപെട്ടിരിക്കുന്നത്. എന്റെ ശരീരം ക്ഷീണിക്കുന്നുണ്ടല്ലോ, ഞാൻ നന്നായി ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ. പലരും ചോദിക്കുന്നു, നിങ്ങൾ ക്ഷീണിച്ചു പോയല്ലോ, നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ അനേകർ ചോദിക്കുമ്പോൾ ഭയം വരുന്നു, സംശയങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരെയും ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എന്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള വിമോചനത്തിന്റെ ദൂതാണ്. ഈ അഭിഷേകം സ്വീകരിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുത ഡെലിവറൻസുകള് കർത്താവ് തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആകെ കുഴഞ്ഞുപോയി. ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബന്ധനത്തിനെ കെട്ടുപൊട്ടി. കൂടുതൽ കരുത്തോടെ, ആത്മനിറവോടെ ജീവിക്കുന്ന കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം അനേകരുടെ പങ്കുവെക്കുവാൻ വീണ്ടും അവിടെ തന്നെ ശക്തിപ്പെടുത്തി. ഒരു സാഹചര്യങ്ങൾ നമ്മളെ ഭയപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്വത്തിലൂടെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ നമുക്ക് കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം. അവിടെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. താൻ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം നിങ്ങൾ വ്യാഖ്യാനിച്ചതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണം. അനേകം ജ്ഞാനികളൊക്കെ കൊട്ടാരത്തിലേക്ക് വന്നു. അവര് ചോദിച്ചു, രാജാവേ, സ്വപ്നം ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാം. രാജാവ് പറഞ്ഞു, അത് പറ്റത്തില്ല. ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നിങ്ങൾ തന്നെ പറയണം. ജ്ഞാനികളാകെ അമ്പരന്ന് പോയി. രാജാവേ, അങ്ങ് എന്താ ഈ പറയുന്നത്? സ്വപ്നം ഞങ്ങൾ അറിയിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുക? നബൂഖദ്നേസർ രാജാവ് നല്ല ബുദ്ധിമാനായിരുന്നു. രാജാവ് പറഞ്ഞു, നിങ്ങളെ സൂത്രങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ യഥാർത്ഥ ജ്ഞാനികളാണെങ്കിൽ ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും നിങ്ങൾ പറഞ്ഞു തരണം. ഉടനെ ജ്ഞാനികളൊക്കെ ആകെ വിഷമത്തിലായി. ഇവര് പറഞ്ഞു, മനുഷ്യർക്കാർക്കും ഇത് സാധ്യമല്ല രാജാവേ. ഉടനെ കോപിഷ്ഠനായി നബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും പറഞ്ഞു തരുന്നില്ലെങ്കിൽ കൊന്നുകളയും. രാജ്യം മുഴുവൻ ഈ നിയമം പാസ്സാക്കുകയാണ്.
2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടിരുന്ന ദാനിയേല് ഇത് കേട്ടു. ദാനിയേലും ആ കൊട്ടാരത്തിലൊരു ജ്ഞാനിയായിരുന്നു. അവന്റെ 3 സുഹൃത്തുക്കളും. അവരുടെ മുൻപിൽ ഒരു വലിയ പ്രതികൂലമാണ്. കണ്ണുനീരിന്റെ ഒരുപാട് പ്രതിസന്ധിയുടെ അനുഭവത്തിലാണ് ദാനിയേലും മറ്റ് ജ്ഞാനികളൊക്കെ നിൽക്കുന്നത്. എന്നാൽ തന്റെ മുൻപിലുള്ള ഈ സാഹചര്യത്തെ ദാനിയേൽ ഭയപ്പെട്ടില്ല. 14-ാം വചനം പറയുന്നു, താൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, സ്വപ്നവും അതിനർത്ഥവും പറയാൻ എനിക്ക് ഏതാനും ദിവസങ്ങൾ തന്നാലും. ദാനിയേൽ ഇത് പറഞ്ഞപ്പോൾ രാജാവിന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. രാജാവ് അത് അനുവദിച്ചു കൊടുത്തു. തുറന്നുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും, ദാനിയേൽ തന്റെ സുഹൃത്തുക്കൾ അരികിൽ വന്ന് പറഞ്ഞു, നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തെ മാറ്റുവാൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ശക്തനാണ്. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അന്ന് രാത്രിയിൽ ദാനിയേലും തന്റെ സുഹൃത്തുക്കളും കർത്താവിനെ ആശ്രയിച്ച് ഹൃദയം നുറുകി അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തരണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഒരു ദർശനത്തിൽ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും കർത്താവ് ദാനിയേലിന് പറഞ്ഞു കൊടുത്തു. 2-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. രാജസന്നിധിയിൽ ചെന്ന് രാജാവ് കണ്ട സ്വപ്നം ദാനിയേൽ വിവരിക്കുകയാണ്. അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു കൊടുക്കുകയാണ്. സാധിക്കുന്നവര് നിങ്ങൾ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം അത് പ്രത്യേകം വായിച്ച് ധ്യാനിക്കണം. ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടെ നെബൂഖദ്നേസർ രാജാവ് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ദാനിയേലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവൻ വലിയൊരു ദേവനാണ്, ഇവനെ പൂജിക്കുക, ഇവൻ വലിയൊരു ദേവനാണെന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ദാനിയേൽ പറഞ്ഞു, അല്ലയോ രാജാവേ, രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇതെന്റെ കഴിവല്ല, എന്റെ പഠിപ്പ് കൊണ്ടോ എന്റെ മിടുക്ക് കൊണ്ടല്ല. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. തുടർന്ന് രാജാവ് ബാബിലോൺ പ്രവിശ്യയുടെ അധികാരിയും എല്ലാ ജ്ഞാനികളുടെ തലവനുമായി ദാനിയേലിനെ നിയോഗിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മുൻപിലുണ്ടായിരുന്ന പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തെ ദാനിയേൽ പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്വത്തിലൂടെയും അനുഗ്രഹത്തിന്റെ സാഹചര്യമാക്കി മാറ്റുകയാണ്. നമ്മളെല്ലാം പാടുന്ന വരികള്, എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാം. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ മുൻപിലുള്ള വിവിധങ്ങളായ സാഹചര്യങ്ങള്, ഇതെന്റെ വിധിയാണല്ലോ, എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് തോന്നണേ, എനിക്ക് ഗതികേട് സംഭവിച്ചല്ലോ, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങള് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ എന്നോർത്ത് ആരും ആകുലപ്പെടണ്ട. ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ മതിയായ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സാധിക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കള് ഒക്കെ ആയിട്ടുള്ളവരെ, നിങ്ങളുടെ മക്കളൊക്കെ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചൊരു കുടുംബമായി പ്രാർത്ഥിക്കുകയും അനുഗ്രഹത്തിന്റെ അഭിഷേകം ഇറങ്ങി വരുന്ന സമയം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ, ദുഃഖങ്ങളുടെ, വേദനകളുടെ സാഹചര്യങ്ങളെ കർത്താവ് അത്ഭുതങ്ങളുടെയും കൃപയുടെയും സാഹചര്യങ്ങളാക്കി മാറ്റുന്ന സമയമാണ്. എല്ലാം മറന്ന് വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദുഃഖത്തിന്റെ, വേദനയുടെ, നിരാശയുടെ, വിട്ടുമാറാത്ത തകർച്ചകളുടെ കെട്ടുകളെ പൊട്ടിക്കണമേ. തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. വിവിധങ്ങളായ സാഹചര്യങ്ങൾ മൂലം ഭയപ്പെട്ടിരിക്കുന്നവരെ, ആകുലപ്പെട്ടിരിക്കുന്നവരെ കർത്താവിന്റെ ശക്തിയാൽ
അവരെ ബലമുള്ളവരാക്കണമേ. Lord, bless. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി ഒഴുകപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Bless, bless, bless. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനായിട്ട് സമർപ്പിക്കാം. പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്വത്തിന്റെയും സാധ്യത മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ കരുത്തുള്ളവരാകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനെന്നാ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു സാഹചര്യങ്ങളെ മാറ്റുന്നവരാകുക. പ്രിയ സഹോദര സഹോദരി, നിന്റെ സാഹചര്യം എന്തുമാവട്ടെ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമേ, കരമുയർത്തി ഞങ്ങളെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലെ, വേദനകളിലെ, തകർച്ചകളിലെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലെ കർത്താവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ബാക്കാ താഴ്വരകളെ ഈശോയെ കൃപയുടെ താഴ്വരകളാക്കണമേ, വിടുതലിന്റെ താഴ്വരകളാക്കണമേ, അനുഗ്രഹത്തിന്റെ താഴ്വരകളാക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിമോചനം തന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. 10,000 കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുന്ന സമയം, നമ്മുടെ വിധികളെ കർത്താവ് നീക്കുന്ന സമയം വിശ്വസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അടയാളങ്ങളിലൂടെ തിരുവചന സത്യങ്ങളെ സ്ഥിരീകരിക്കണമേ. ദുഃഖ ദുരിതത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. സകല രോഗപീഠകളെയും കർത്താവേ നീ നീക്കം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ആയിരങ്ങളിൽ നിറയണമേ. സൗഖ്യത്തിന്റെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ദൈവാശ്രയത്വത്തിന്റെ ആത്മാവായി, പ്രാർത്ഥനയുടെ ആത്മാവായി 10,000 കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം വലിയ ആനന്ദത്തോടെ സ്വർഗം നൽകുന്ന ഈ കൃപാവരങ്ങളെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. കർത്താവെ പ്രവർത്തിച്ചതിനായി, ഈശോയെ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി, സൗഖ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ